ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 20/5/2024 PSC നടത്തിയ കൂലി വർക്കർ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ഇതിലെ 80 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമേത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റൗലറ്റ് ആക്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ലാഹോർ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി അതാരാണ്? ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി, സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 44-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, അമേരിക്ക. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? ഉത്തരം ഓപ്ഷൻ ഡി, സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, രാഷ്ട്രപതി. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, തൃശ്ശൂര്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? ആൻസർ ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ എ, ഗൗരി പാർവതിഭായ്. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ പ്രസ്താവന ഏതൊക്കെയാണ്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ, അത് ശരിയാണ്. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല, അതും ശരിയാണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടത്, ആ പ്രസ്താവന തെറ്റാണ്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്, അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്ന പ്രസ്താവനയാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി, കണ്ണൂർ. ഏറ്റവും കുറവ് എവിടെയാണ്? കൊല്ലം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഉൾപ്പെട്ടവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസൽ അലിയുണ്ട്, KM പണിക്കരുണ്ട്, HN കുൻസ്രു ഉണ്ട്. അപ്പോൾ ആരാണ് ഉൾപ്പെടാത്ത വ്യക്തി? ഓപ്ഷൻ ബി, പോറ്റി ശ്രീരാമലു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3. ഏതൊക്കെയാണ് പെടുന്നവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഇവയൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ബി, APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത.
2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീലങ്ക. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? എത്രാമത്തെ സ്ഥാനമാണ്? ഓപ്ഷൻ സി 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാട്ടിലെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പെരിയാർ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഉത്തരം ഓപ്ഷൻ സി ഉത്തരമഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ടക്കായൽ. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി ഡെക്കൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി പുന്നമടക്കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി AJ ദേശായി. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏതു വർഷം? ഉത്തരം ഓപ്ഷൻ സി 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ഓപ്ഷൻ ബി ജഗ്ദീപ് ധൻകർ. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ഓർബിറ്റർ. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഇവയൊക്കെ ചന്ദ്രയാൻ 3ൻ്റെ ഭാഗമാണ്. താഴെ പറയുന്നവയിൽ അമൃത സർക്കിളിൻ്റെ ചിത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. ചരക്ക് സേവന നികുതി അഥവാ GST എന്നാണ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ ബി 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ ഡി അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഓപ്ഷൻ ബി കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം ശരി. അതായത് കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? ഓപ്ഷൻ സി പയർ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി കണ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? നമുക്ക് പ്രസ്താവന നോക്കാം. കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. ഈ പ്രസ്താവന തെറ്റാണ്. കൽക്കരി ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അത് കറക്റ്റാണ്. തിരമാല ഒരു പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. സൂര്യൻ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം ശരി. അതായത് തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്?
ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമേത്? ആൻസർ ഓപ്ഷൻ സി 2023. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ഓപ്ഷൻ എ ആർദ്രം. മിക്സി പ്രവർത്തിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഉത്തരം ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ജെയിന്റ് വീലിൻ്റെ ചലനം. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം എന്നിവയൊക്കെ ദോലന ചലനത്തിന് ഉദാഹരണമാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ടൈറ്റാനിയം. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജം കൂടുന്നു. ശരിയാണ്. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അതും ശരിയാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. അതും ശരിയാണ്. കണികകളുടെ ചലനം കുറയുന്നു. ആ പോയിന്റ് തെറ്റാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 1, 2, 3 ശരി. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് ഒരു വൈറസ് രോഗമാണ്. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ എന്നിവയ്ക്ക് ഒരു ബാക്ടീരിയ രോഗമാണ്. നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹകജീവി ഏത്? ആൻസർ ഓപ്ഷൻ എ വവ്വാൽ. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം. ആൻസർ ഓപ്ഷൻ സി ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ എ സിഗ്മോ മാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ ഡി പ്രമേഹം. അതിറോക്ലിറോസിസ്, ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയ്ക്ക് രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി ബാലമിത്ര. താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഉത്തരം ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ഉത്തരം ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ സി 28%. ഇത്രയുമാണ് 80 GK ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്